കണ്ട 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ നവോത്ഥാനത്തിന്റെ ശബ്ദമല്ലേ ശൈഖുനാ ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ലോകം മുഴുവനും തലകുലുക്കി സമ്മതിച്ച അറബി പണ്ഡിതന്മാർ അവയുടെ കൈപിടിച്ചു മുത്താൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടു നടന്ന കയ്യിലെ വടി പിടിച്ചുകൊണ്ട് മുത്തി ബഹുമാനിച്ച ശംസുൽ ഉലമാ, ആ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ വലിയ ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ തന്റെ ഡ്രൈവറോട് പറയുമായിരുന്നത്രേ, വിടല്ലേ, വണ്ടി വിടാൻ സമയമായിട്ടില്ല. സയ്യിദ് ശിഹാബ് തങ്ങളുടെ വാഹനം, ആ വാഹനം മുന്നിൽ പോകട്ടെ. ശിഹാബ് തങ്ങളാണ് നമ്മുടെ നായകൻ, അഹ്ലു ബൈത്താണ് നമ്മുടെ നായകർ. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാത്ത ഒരു പണ്ഡിത പാരമ്പര്യം ഇസ്ലാമിലില്ല. അത് സ്വഹാബത്തിന്റെ കാലത്ത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. താബിഈങ്ങളുടെ കാലത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോ അത് ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റേതാണ്. ആ പണ്ഡിത പാരമ്പര്യത്തോട് വിമുഖത കാണിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? മുസ്ലിം കേരളത്തിന്റെ മുഖ്യധാരയുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ നെഞ്ചേറ്റുന്നവരായതുകൊണ്ട് ആ ഹബീബിന്റെ കുടുംബാംഗങ്ങളെ, അഹ്ലു ബൈത്തിനെ നേതൃസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒരുപോലെ മുസ്ലിം കേരളത്തിന്റെ മുഖ്യധാര അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ മഹത്വമാണ്. അതുകൊണ്ടല്ലേ ലോകമാദരിക്കുന്ന ഒരു നേതാവിനെ നമുക്ക് കിട്ടിയത്. എന്റെ സഹോദരങ്ങളെ, മഹാത്മാഗാന്ധി മരിച്ചു പോകുമ്പോൾ നെഹ്റു പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്ന അനുശോചന സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെയും നിങ്ങളെയും ലോകം മറക്കില്ല. അത് എന്റെ മഹത്വമല്ല, അത് നിങ്ങളുടെ മഹത്വമല്ല, അത് നമ്മുടെ കൂടെ ജീവിച്ച ഗാന്ധിജിയുടെ മഹത്വമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ലോകം മറക്കില്ല, ചരിത്രം വിസ്മരിക്കില്ല. അത് മഅ്മൂൻ ഹുദവിയുടെ മഹത്വമല്ല, ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ സഹോദരങ്ങളെ നമ്മുടെ മഹത്വമല്ല, അത് നമ്മുടെ നേതാവിന്റെ മഹത്വമാണ്. ലോകം ആദരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ മഹത്വമാണ്. യൂസുഫ് അലി കേച്ചേരി പാടിയില്ലേ, യൂസുഫ് അലി കേച്ചേരി പാടിയില്ലേ, അന്യന്റെ ദുഃഖത്തിൽ അലി അപരന്റെ ദുഃഖത്തിൽ അലിയുന്ന ഹൃദയവും അനുപമ സ്നേഹം വഴിയും മിഴികളും ജാതി ഏതാകിലും മാലിടും മർത്യനെ ജാതകാരുണ്യം തഴുകി തലോടുന്ന. എത്ര മനോഹരമായ വരികളാണ് എന്റെ സഹോദരങ്ങളെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജീവിതം, കരുണാർദ്രമായ ജീവിതം, അതപ്പടി ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാണ്, അപരന്റെ ദുഃഖത്തിൽ അലിയുന്ന ഹൃദയവും അനുപമ സ്നേഹം വഴിയും മിഴികളും. വല്ലാത്ത വാചകമല്ലേ അത്? അവനവന്റെ ദുഃഖത്തിൽ എന്ന പോലെ അന്യന്റെ ദുഃഖത്തിലും പങ്കുകൊള്ളുന്ന ഒരു നേതാവ്. വല്ലാത്ത സ്നേഹമായിരുന്നില്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ? ലോകം മുഴുവനും ആദരിച്ച നേതൃത്വത്തിന്റെ പേരല്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ? ഓർത്തു നോക്കണേ, അഭിമാനത്തോടുകൂടെ ഓർക്കണേ എന്റെ സഹോദരങ്ങളെ. സാത്വിക ശ്രേഷ്ഠർ തറുവംശീയ വല്ലിയിൽ പൂത്ത പൂവേ വാഴ്ക നീളാൽ ഭവാൻ പാണക്കാടു തറവാടിൻ പുണ്യമേ ഭാരത നാടിൻ മതേതര സംസ്കാര സംസമേ. യൂസുഫ് അലി കച്ചേരിയെ പോലെ എത്രയെത്ര കവികളാണ് ഇനി പാടാനിരിക്കുന്നത്, എത്രയെത്ര പണ്ഡിതന്മാരാണ് ഇനി പറയാനിരിക്കുന്നത്. മറക്കില്ല സമൂഹമേ, മറക്കില്ല സമൂഹമേ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ലോകോത്തര നിലവാരമുള്ള ഒരു നേതാവിനെ സമ്മാനിക്കാൻ ബാബരി മസ്ജിദിന്റെ തന്റെ താഴികക്കുടങ്ങൾ ചുടക്കപ്പെടുമ്പോൾ മുസൽമാന്റെ ഹൃദയത്തിൽ മായാത്ത മറയാത്ത ഉണങ്ങാത്ത വ്രണമായി നിൽക്കുമ്പോഴും സഹനത്തിന്റെ ക്ഷമയുടെ ആത്മസംയമനത്തിന്റെ ചരട് പൊട്ടിക്കാതെ നമ്മെ കാത്തുവച്ച നേതാവിനെ മറക്കുവാൻ, ആ നേതാവിന്റെ കൂടെ ജീവിച്ച നമ്മെ മറക്കുവാൻ ചരിത്രത്തിന് സാധ്യമല്ല. മുസ്ലിം കേരളത്തിന് ആ ഭാഗ്യമുണ്ടായത് നമ്മുടെ മുഖ്യധാര അല്ലാഹുവിന്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ